ഞങ്ങളുടെ ആധാർ നമ്പറുകളും മൊബൈൽ നമ്പറുകളും ഞങ്ങൾ പുറത്തൊരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഫോക്കസ് ജസ്റ്റ് ഒരു ഡേറ്റ കളക്ഷൻ മാത്രമല്ല, അത് കിട്ടിയപ്പോഴത്തേക്കും ഞാനോർത്തു ഇതാരും എനിക്ക് പാര വെച്ചതാണെന്ന് വിചാരിച്ചത്. ഒറ്റത്തടിപ്പ് ഒരു പോസ്റ്റ് ആയിരിക്കും പാലമായിട്ടിട്ടാണ്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറി ഇറങ്ങി നടക്കാനൊക്കെ. ഞങ്ങളെ ഓടിച്ചിട്ട് പിടിച്ച് അംഗനവാടി ടീച്ചർമാരെ കണ്ടുപിടിച്ച് അവരെ അടുപ്പിച്ച് വരിക. രാവിലെ 4 മണിക്ക് എൻ്റെ പത്രവായനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്സപ്പിൽ കിടക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കും. അതിനുശേഷം ഫോണിൽ മിസ്ഡ് കോൾ വന്ന് കിടപ്പുണ്ടെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കും. പോകുന്ന വഴി ജന്തുക്കളുണ്ട്, വിഷമുള്ള ജന്തുക്കൾ വരെയുണ്ട്. എല്ലാവർക്കും 2 വീലർ സ്വന്തമായിട്ട് ഓടിച്ചെല്ലെടുത്ത് എത്താനുള്ള ഒരു കഴിവുണ്ടാവണം നിർബന്ധമില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് വേണ്ടെന്ന് വെച്ചൊരു ജോലിയാണ്. പൊക്കത്തൊക്കെ കയറി കഴിഞ്ഞാൽ വെള്ളം ഒടിഞ്ഞു പോകും, ഞാനും പോകും. ഈ വയ്യായ്മയിലും ഞാനത് ഏറ്റെടുത്ത് ഇതൊരു നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് സ്വയം ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വരുന്നത് 8, 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴാണ്. എൻ്റെ മകൻ അച്ഛമ്മയോട് പറഞ്ഞ പരാതി, അച്ഛമ്മ എനിക്ക് എൻ്റെ അച്ഛനോട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സമയം പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു നന്നായിട്ട്. പിന്നെ പല ദിവസങ്ങളിലും വൈകിട്ട് ഫുഡ് ഉണ്ടാക്കില്ല, പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കുക വെച്ചാൽ ടയർഡായിട്ടായിരിക്കുമല്ലോ വരിക. ചില ദിവസം കഞ്ഞിയും പയറും ഉണ്ടാകും, അങ്ങനെ ഇവർ അഡ്ജസ്റ്റ് ചെയ്യും കൂടുതൽ. പുതിയ ആളുകൾക്ക് ഇതൊരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. 1-2 ആഴ്ച മുമ്പൊക്കെ ഇങ്ങനെ ബിഎല്ലായിട്ട് ഡ്യൂട്ടി കിട്ടി ആദ്യത്തെ പണി കൊടുത്തത് SIR ആയിരുന്നു. അപ്പം ഞാൻ അവരോട് ഉപദേശിക്കുന്ന ഒരു കാര്യം, ഇപ്പം നമുക്കൊരു വലിയ ഡേറ്റ നമ്മുടെ മുമ്പിൽ കിട്ടി. SIR ഫോമുകളിൽ ഒരു കുടുംബത്തിലെ എല്ലാവരുടെയും തന്നെ ഫോൺ നമ്പറുകൾ നമ്മൾ എഴുതി വാങ്ങിക്കുന്നുണ്ട്. ഒരു ഡയറി എടുത്ത് അതിൽ കുടുംബം തിരിച്ച് നിങ്ങൾ ചെയ്തിട്ടാൽ നാളെ നമ്മുടെ വോട്ടർ പട്ടികയും നമുക്ക് ശുദ്ധീകരിക്കും. പക്ഷേ ഇപ്പോൾ കിട്ടിയ ഡേറ്റ അത് നിങ്ങളൊരു അസറ്റാക്കി മാറ്റിയാൽ തീർച്ചയായും അത് നമുക്ക് നാളെ, കാരണം ഒരു BLO രാജ്യസേവനത്തിന് വേണ്ടി തന്നെ ഇറങ്ങുന്നവരാണ്. നമ്മൾ സർക്കാർ സേവനം ചെയ്യുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി നമ്മൾ ഉത്തരവാദിത്വത്തോടെ ചെയ്തേ പറ്റുള്ളൂ. ഇലക്ഷൻ വരുന്ന സമയത്ത് സ്ലിപ്പ് കൊടുക്കാൻ ഇതുപോലെ തന്നെ എല്ലാ വീടുകളിലും എത്തണം. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടല്ലായിരുന്നു. 3-4 ദിവസം കൊണ്ട് നമ്മൾ ഇത്രയും വീടുകൾ കവർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് മാറ്റുവാണല്ലോ എന്നോർത്ത് സന്തോഷമായിരുന്നു. ആർപ്പുക്കര വില്ലേജിൽ 4-5 പേരെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാവരും അവരെ ഒഴിവാക്കി. ഇപ്പം ഞങ്ങൾ 4-5 ടീച്ചർമാർ മാത്രമേ ഉള്ളൂ. അന്നേരവും ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങളുടെ വില്ലേജിൽ ചെന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, സാറേ ഞങ്ങളെ മാറ്റി തരണമെന്ന് പറഞ്ഞു. വില്ലേജ് ഓഫീസർ പറഞ്ഞത്, ഞങ്ങൾക്ക് നിങ്ങൾ നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അംഗൻവാടി ടീച്ചർമാർ മാത്രമല്ല, നിങ്ങൾക്ക് ഓരോ ഏരിയയും അറിയാം. പിന്നെ ഈ 10-15 വർഷമായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നയാൾ അത്രത്തോളം ഇപ്പോൾ SIR എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പം അത് നല്ല റിസ്ക് ആയിട്ട് ഏറ്റെടുത്ത് നല്ല രീതിയിൽ ചെയ്യണ്ട. അച്ഛൻ്റെ അച്ഛമ്മയുടെയൊക്കെ വീട് ഞങ്ങളുടെ തറവാട് തൊട്ടപ്പുറയാണ്. അപ്പം അവർക്ക് ഇതിനെപ്പറ്റി ഞങ്ങൾക്കും വലിയ ധാരണയില്ല, കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണല്ലോ. പക്ഷേ കുറച്ച് പ്രായം കൂടിയ ആൾക്കാരെന്നുള്ള പരിഗണനയിൽ വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും, അത് മാത്രമല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു നമ്പർ എഴുതി തരാം, അതിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്പെഷ്യലായിട്ട് ഇതിൻ്റെ ബാക്കിൽ നമ്പറൊക്കെ എഴുതി കൊടുത്ത് വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അജ്ഞതയുണ്ടായിരുന്നു എങ്ങനെ ഇതെല്ലാം ഫോം അതിനകത്തേക്ക് ഡീറ്റെയിലൈസേഷൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ. ഒരേ സമയം എല്ലാവരും ഈ ഇതിനകത്തേക്ക് കയറുന്നത് കൊണ്ട് സർവർ വളരെ സ്ലോ ആയിരുന്നു. ഒരു 8-8-9 ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം വീട്ടിലെ പണിയൊക്കെ രാത്രി തീർത്തിട്ട് ഒരു രാത്രി 1:30 വരെയൊക്കെ ഇരുന്ന് ചെയ്യും. അതിന് ലാസ്റ്റ് ആയപ്പോൾ ഇത് എല്ലാവരും കൂടി ഒരുപോലെ ഒരേ സമയങ്ങളിൽ കയറാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പാടായി.
നമ്മൾ രാവിലെ ഒരു 9 മണി തൊട്ടൊരു ഉച്ചയ്ക്ക് 12 മണി വരെ ഇരുന്ന് ചെയ്യുവാണെങ്കിൽ എല്ലാവരും ഫീൽഡിൽ പോകുന്ന സമയമാണ്. അപ്പോൾ ആൾക്കാർ വളരെ കാര്യമായിട്ട് ഈ ഫോം മേടിക്കുകയും നമുക്ക് പറയുന്ന സമയത്ത് തന്നെ ഇവരിത് പൂരിപ്പിച്ച് തിരിച്ച് തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പൊതുവെ നല്ല സമീപനം തന്നെയായിരുന്നു. ഞാൻ 2-3 ദിവസമൊക്കെ ഫീൽഡിൽ പോയി കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ചിലപ്പോൾ ഒരു ദിവസം വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യും. എന്റെ ഫോൺ ചെവിയിൽ വെച്ച് ആളുകളുടെ സംശയം പറഞ്ഞു കൊടുക്കുന്നതിനൊപ്പം വലത് കൈ കൊണ്ട് മറ്റൊരു ഫോണിൽ അമ്മയുടെ ഫോൺ കൊണ്ടാണ് ഞാൻ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പോൾ നമുക്ക് വർക്ക് ആകാതെ വരുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അന്നേരം നമുക്ക് നിസ്സഹായതയാണ്, സോഫ്റ്റ്വെയറിന്റെ കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ഗ്രൂപ്പിലിടും. അവരത് അറിയിച്ചിട്ട് അപ്പം തന്നെ അത് റെക്ടിഫൈ ചെയ്ത് തരാറുമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ECI നെറ്റ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. വോട്ടർ സർവീസിനായിട്ടുള്ള ഫോമുകൾ എന്ന് പറയുന്നത് ഫോം 6, 7, 8 ആണ്. 18 വയസ്സ് പൂർത്തീകരിക്കിയ യോഗ്യരായ എല്ലാ വോട്ടർമാർക്കും ഫോം 6 ഫില്ല് ചെയ്ത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നതിനായിട്ട് അപേക്ഷ കൊടുക്കാം. ഫോം 7 എന്ന് പറയുന്നത് ഡിലീഷന് വേണ്ടിയാണ്, ഒഴിവാക്കലിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഫോം 8 എന്ന് പറയുന്നത് കറക്ഷൻ ഓഫ് എൻട്രി, നമ്മുടെ ഇലക്ടറൽ റോളിൽ ആവശ്യമായ കറക്ഷൻ വരുത്തുന്നതിനായിട്ട് ഫോം 8 ഉപയോഗിക്കാം. സോ അത് ഒന്നുകിൽ നമുക്ക് BLO മുഖാന്തരം ഈ സേവനം ഉറപ്പാക്കാം, ഇല്ലെങ്കിൽ ECI നെറ്റിൽ കൂടി വളരെ എളുപ്പത്തിൽ തന്നെ ഈ സർവീസ് ലഭ്യമാണ്. ഒരു വീട്ടിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നു ഫോം കൊടുത്തു, ആ ചേച്ചിയുടെ കൊടുത്ത് ഇത് തിരിച്ചു മേടിക്കാൻ ചെന്നപ്പോൾ ചേച്ചി ഇല്ല, അവിടെ മോനാ ഉള്ളത്. ഞാൻ പറഞ്ഞു ഞാൻ ആ എന്യൂമറേഷൻ ഫോം SIRൻ്റെത് തിരിച്ചു മേടിക്കാൻ വന്നാന്ന് പറഞ്ഞു. മോൻ പറഞ്ഞു അയ്യോ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എവിടെ പോയി? വേളാങ്കണ്ണി പോയി എന്ന് പറഞ്ഞു. എന്താ എനിക്ക് ഫോം തിരിച്ചു തരണേ? തിങ്കളാഴ്ച വൈകിട്ട് വരുമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു സംശയമുണ്ട് വിളിക്കൂ, ഫോൺ നമ്പർ അതിലുണ്ടെന്ന് പറഞ്ഞു. തിങ്കളും പോയില്ല, ചൊവ്വയും പോയില്ല, ഞാൻ ബുധനാഴ്ച പോയി. ഭയങ്കര വെയിലുള്ള ദിവസമാണ്. ഉച്ചയ്ക്ക് വണ്ടിയിലാണെങ്കിലും നമ്മൾ ആകെ ടയർഡായി. അപ്പം ഞാൻ വിചാരിച്ചു ഇതൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാമല്ലോ, നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് ചെന്ന് ബെല്ലടിച്ചപ്പോഴത്തേക്കും ചേച്ചി എഴുന്നേറ്റ് വന്നു. ചേച്ചി ഞാൻ ആ SIRൻ്റെ ഫോമിന് വന്നാ BLO ആണ്, പൂരിപ്പിച്ചോ? ഞങ്ങളാരും പൂരിപ്പിച്ചില്ല. എന്താ ചേച്ചി ഇത്ര ആശയം ഇപ്പം വരുന്നു? ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നു. ഫോം ഇവിടെ കിടപ്പുണ്ട്, നിങ്ങളുടെ ഫോം കൊണ്ടുപോകാൻ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ പറഞ്ഞു ചേച്ചി ഇനി വോട്ടർ പട്ടികയെന്ന് പോയി കഴിഞ്ഞാൽ എന്നോട് പറയരുത്. ആ ചേച്ചി എന്നോട് പറയാ ഇത് പൂരിപ്പിച്ചില്ല, ഇനി ഒരു ദിവസം കൂടി വരാമോ, അല്ലെങ്കിൽ ഇതൊന്ന് പൂരിപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തു കൊടുക്കും. കാരണം ബാക്കിയുള്ള എല്ലാവർക്കും നമ്മൾ അതേ ഹെൽപ്പ് ചെയ്തതാണ്. പക്ഷെ നമ്മളോട് ബിഹേവ് ചെയ്തപ്പോൾ നമ്മളും ടയർഡാ അവരും ടയർഡായതിൻ്റെ ആണോ എന്നറിയില്ല. ഞാൻ എന്തായാലും ഫോൺ കൊണ്ട് വീട്ടിലേക്ക് വന്നു. പിന്നെ എനിക്കൊരു വിഷമം, കാരണം നമ്മള് കാരണം ഇവരിന്ന് പുറത്തു പോരുതല്ലോ. പക്ഷെ എന്തോ ഈഗോ ആണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഈഗോ ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പിന്നീട് അങ്ങോട്ട് പോകാനും മടിയാ. എന്നുവെച്ചാൽ 3 ടൈംസ് ചെയ്ത് ഇവരൊരു മോശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മുടെ അടുത്തുള്ള എല്ലാ പാർട്ടിക്കാരും നമ്മൾ നല്ലതായിട്ട് കോണ്ടാക്ട് ഉള്ളവരാണ്. അപ്പം ഞാൻ ആ പിള്ളേരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇന്ന വീട്ടിലാണ്, ഈ ചേച്ചി ഇതാണ് പറഞ്ഞത്, ഞാൻ എന്യൂമറേഷൻ ഫോം തിരിച്ചു കൊണ്ടുവന്നു, ഞാനിത് ലാസ്റ്റ് ഫോം എൻട്രി ചെയ്യുന്നവരെ ഞാനിത് വെച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ മക്കളോ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതൊന്ന് പൂരിപ്പിച്ച് തരാമോ? ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു പയ്യൻ പറഞ്ഞു ചേച്ചി എൻ്റെ ഫ്രണ്ടാ, ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഫോം തന്നു വിടാമെന്ന് ചോദിച്ചു. പറഞ്ഞു ഫോം തരാൻ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ കൊണ്ടുപോകുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് ഇത് തിരിച്ചെത്തിക്കേണ്ടതെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആ വീട്ടിലെ ഗൃഹനാഥൻ എല്ലാം പൂരിപ്പിച്ച് റെഡിയാക്കി എൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ്. എന്നിട്ട് എന്നോട് പറയും എനിക്കിത് പൂരിപ്പിക്കാൻ അറിയില്ലായിരുന്നു, ഞാൻ അടുത്ത വീട്ടിലെ ആളുടെ സഹായത്തോടുകൂടിയാണ് പൂരിപ്പിച്ച്. അവന് ചേട്ടൻ ഞാൻ പറഞ്ഞു തരുമല്ലോ, എനിക്കതിന് വിരോധമൊന്നുമില്ല, എഴുതേണ്ടതൊക്കെ എഴുതിയിട്ടുണ്ട്. ആ മേളിലെ ഭാഗം ചേട്ടൻ്റെ സ്വന്തം വിവരങ്ങൾ മാത്രമേ എഴുതാനുള്ളൂ. അപ്പോൾ അവരെയൊക്കെ ഫോമിൽ 2002 ഞാൻ എഴുതി കൊടുത്തിരുന്നത്, വേറെ ഒന്നും പൂരിപ്പിക്കാനില്ല. ആ ചേട്ടൻ്റെ സഹായം ചേട്ടൻ പറഞ്ഞെങ്കിൽ ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ ഉടനെ ചേട്ടൻ പറയാം എനിക്ക് ഇവിടുത്തെയാണെന്ന് അറിയാൻ മേലായിരുന്നെന്ന്. അല്ല എനിക്കറിയില്ല എവിടെ എത്താന്ന്. ആ ചേട്ടൻ പക്ഷെ ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നു, ചേട്ടൻ അറിയാം. പക്ഷെ ആള് വീട്ടിൽ വന്നപ്പോഴാണ് ഇന്ന ആളെ വന്നേന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞു ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ പൂരിപ്പിച്ച് തരേണ്ടത്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, കാര്യങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ആധാർ നമ്പറുകളോ മൊബൈൽ നമ്പറുകളോ ഞങ്ങൾ പുറത്തൊരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ഇത് ഉടനെ ഒപ്പിട്ട് തരാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ നെയ്ബേഴ്സും റിലേറ്റീവ്സും ഈ ഇന്ത്യ മഹാരാജ്യത്തെ 100% ആളുകളും ഇതിൽ ഭാഗമാക്കായിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ചോളൂ, പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതിനുശേഷം നിങ്ങൾ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ സന്ദർഭത്തിൽ 3-4 പ്രാവശ്യം പോയിട്ട് പോലും അവർ ഒപ്പിട്ട് തന്നിട്ടില്ല. SIR ഫോം കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ ആദ്യം പോയത് വള്ളത്തേലാണ്. അന്ന് പോയിട്ട്
തിരിച്ചു വരുന്നതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായത്. ഒരുപാട് കാടും പള്ളയൊക്കെ നിറഞ്ഞ ഒരു തോടൊക്കെയാണ്. രാത്രിയാണ് തിരിച്ചു വന്നത്. ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നത്. എഞ്ചിൻ വെച്ച വെള്ളത്തിലാണ് പോയെങ്കിൽ പോലും ചില സ്ഥലത്തൊക്കെ മരമൊക്കെ വീണ് കിടക്കുന്നതുകൊണ്ട് വള്ളം ചിലപ്പോൾ മരത്തിലൊക്കെ ഇടിക്കാനോ വള്ളം ചെന്ന് പൊക്കത്തൊക്കെ കയറി കഴിഞ്ഞാൽ വള്ളം ഒടിഞ്ഞു പോകും, ഞാനും പോകും. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിപ്പോയി അന്ന്. അപ്പം വീട്ടുകാരെ പേടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ വില്ലേജ് ഓഫീസിൽ വിളിക്കുകയാണ് ചെയ്തത്. വില്ലേജ് ഓഫീസറൊക്കെ ഉണ്ട് ഇവിടെ വരാനൊക്കെ ഒരുങ്ങിയതാണ്. അന്നേരം ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഫോൺ ഓണായി കഴിഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസർ എന്നെ വിളിച്ചടാ നിന്നെ കാണാതെ പോയി എന്നും പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു, ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതാണ്. ലേഡീസിനൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഈ സ്ഥലങ്ങളിൽ എത്തിച്ചേരുക ചിലർക്ക് ബുദ്ധിമുട്ടാകും. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് ഈ ജോലി ചെയ്യണമെങ്കിൽ ഫുൾ ടൈം ഹസ്ബൻഡ് വേണം. അപ്പോൾ ഇവരുടെ ഡ്യൂട്ടിയാണ് ഹസ്ബൻഡും ഫുൾ ടൈം ലീവ് എടുക്കണം. ഫോം കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് തിരിച്ച് റിട്ടേൺ കിട്ടുന്നതിന് മുമ്പ് ആൾ മരിച്ചു. ഒരാൾ മാത്രം താമസിക്കുന്ന വീടാണ്. ഈ ഫോം കൊടുത്ത് എന്ത് ചെയ്യും? മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ റിലേറ്റീവ്സ് വന്ന് ഒരു വീട് ഉടച്ച് പോവുകയും ചെയ്തു. അപ്പോൾ ഞാനിത് വില്ലേജിൽ ഇൻഫോം ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരാമെന്ന് പറയുകയും കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ ഫോം തരികയും അയാൾ മരിച്ചത് കൊണ്ട് നമുക്ക് ആ ഫോം മരിച്ചു എന്ന് രേഖപ്പെടുത്തി നമ്മൾ വെക്കുകയാണ് ചെയ്തേക്കണം. ഞങ്ങളുടെ ഫോം കൊടുത്ത് തീരാൻ ഇച്ചിരി വൈകിയായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ ചേട്ടന്മാരും എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ഫോം കൊടുക്കാനൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പഴയ അംഗനവാടി ടീച്ചർ, പഴയ BLA ആയിരുന്നു ടീച്ചർ, എന്നെ 2-3 ദിവസം ഇതിനു വേണ്ടി ഒരുപാട് സഹായിച്ചു. ഫുൾ എന്യൂമറേഷനുമുണ്ട്, സമ്മറി അപ്ഡേറ്റുമാണ് ഈ SIRന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 2002 പരിഷ്കരണത്തിന് ശേഷം 23 വർഷങ്ങൾക്ക് ശേഷമാണ് SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഇപ്പോൾ നടക്കുന്നത്. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് SIR എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു നല്ലൊരു ഘട്ടമാണ് ഇതിൻ്റെ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുമ്പോഴത്തേക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എങ്കിലും നമ്മൾ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയി. വോട്ടർ പട്ടികയുടെ വേരുകൾ എന്ന് പറയുന്നത് തീർച്ചയായും BLOമാർ തന്നെയാണ്. അതിൽ BLOമാരുണ്ട്, അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഡെസ്റ്റിനേഷൻ ഓഫീസർമാരുണ്ട്, അതുപോലെ അഡീഷണൽ AROമാരുണ്ട്, അതിന് മുകളിൽ EROമാരുണ്ട്, അതുപോലെ കളക്ടർ. കോട്ടയം ജില്ലയിൽ 1564 BLOമാരാണ്. ഞാൻ കൂടി ഫീൽഡിൽ പോകുന്നു, എല്ലാ BLOനോട് ഡയറക്റ്റ് സംസാരിക്കുന്നു. വളരെ നല്ല ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറീസ് വരാറുണ്ട്. കുറച്ച് BLO നമ്മുടെ വളരെ ലേറ്റ് ഏജിലാണ്, ലേറ്റ് 50s അല്ലെങ്കിൽ ഇനീഷ്യൽ 60s. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഈ ഫീൽഡിൽ പോയിട്ട് ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, കളക്ട് ചെയ്തു, ഡിജിറ്റൈസ് ചെയ്തു. ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്ന സമയത്ത് ഓരോ പ്രദേശത്തെ ഉൾപ്പെടുത്തി ഇങ്ങനെ എല്ലാവരോടും ഇന്ന സ്ഥലത്ത് വരണം, അറിയാൻ മേലാത്തവർക്ക് പറഞ്ഞും കൊടുക്കാം, പൂരിപ്പിക്കാൻ അറിയാൻ മേലാത്തത് പൂരിപ്പിച്ചും നമുക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, എന്നാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ബോധവൽക്കരണം കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. പ്രവർത്തനങ്ങളുമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് ആദ്യം ജനങ്ങൾക്ക് ശരിക്കും ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കിട്ടാതിരുന്നത് കൊണ്ട് ഇതെന്തിനാണ്, എങ്ങനെയാണ്, ഇതിനുകൊണ്ടുള്ള നാളെ ഞങ്ങളുടെ പൗരത്വം പോലും ഇല്ലാതാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആണോ എന്നൊക്കെയുള്ള ചില സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ അത് പിന്നീട് പോകപ്പോക്കെ നമ്മുടെ മാധ്യമങ്ങളിലൂടെയും എല്ലായിടത്തും അതിൻ്റെ ഒരു വലിയൊരു പ്രചാരണം ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാൻ സാധിച്ചതുകൊണ്ട് ഈ പ്രോസസ്സ് വളരെ ഭംഗിയായിട്ട് നടത്താനായിട്ടൊരു ജനങ്ങളിൽ നിന്നൊരു കോപ്പറേഷൻ സഹകരണം കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ ആദ്യത്തെ ഒരു അജ്ഞതയേ ഉണ്ടായിരുന്നുള്ളൂ ഇത് എന്തിനാണ് എന്നുള്ളത്. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങളും നമ്മുടെ സിസ്റ്റവും എല്ലാം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല എന്നാണ്.
എന്താണ് ജനാധിപത്യം എന്നറിയാത്ത ആൾക്കാരുടെ ഇപ്പോഴും ആരോ ഭരിക്കുന്നു, എന്തൊക്കെയോ നടക്കുന്നു. രാജ്യത്തിന്റെ ഭരണം എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ പറ്റി കുറച്ചും കൂടെ സാധാരണക്കാരനെ ബോധവാന്മാരാക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഉത്തരവാദിത്തമുള്ള വോട്ടർമാരായി നമുക്ക് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താം. നമ്മളുടെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ഭരണഘടനയാണ്. അത് പൂർത്തീകരിക്കാൻ നമ്മുടെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും ആ ജോലിയിൽ പങ്കെടുക്കുന്നു. Now democracy is no more a concept. It's part of our culture.